ഗുഡ് മോർണിംഗ് ഗൈസ്. എക്കോസ്റ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം നമ്മുടെ ട്രിപ്പ് മീൻസ് നമ്മുടെ ട്രിപ്പ് മൗണ്ടൻ ഒഡീസി തീർന്നിട്ടില്ല. തവാങ് ട്രെയിൽസിൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞാനിന്ന് രാവിലെ പട്നയിൽ നിന്ന് തിരിച്ച് കാൺപൂരോട്ട് പോകും. എനിക്ക് ഏകദേശം 550 കിലോമീറ്റേഴ്സാണുള്ളത്. 9 hours എടുക്കും. അപ്രോക്സ് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ വഴി കയറി പോകും. നല്ല അടിപൊളി ഹൈവേ ആണ്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നലത്തെ സ്റ്റേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര ഒന്ന് പട്ന എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷേ ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ വന്നെടുത്ത റൂമൊക്കെ ഭയങ്കര കൺജസ്റ്റഡ്. റോഡിൻ്റെ അടുത്താണ് കാണിച്ചത്. പക്ഷേ പോയ വഴിയൊക്കെ എനിക്ക് ഓർക്കാൻ കൂടി പോയി. അത്രയ്ക്ക് ചെറുതും സൈഡിൽ വേസ്റ്റായിരുന്നു ഗൈസ്. എന്തു പറയാനാ, കുഴപ്പമില്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ട്രിപ്പിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഈ നമ്മൾ കേരളം വിട്ടാലെല്ലാം നമുക്ക് അതേപോലെ ആവണമെന്നില്ല. പല സ്ഥലത്തും അതിൻ്റേതായ പ്ലസ്സും ഉണ്ട്, പല സ്ഥലത്തും അതിൻ്റേതായ മൈനസും ഉണ്ട്. എങ്കിലും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പല സ്ഥലത്ത് പോയി നിൽക്കുന്നത്. കാരണം എങ്കിലല്ലേ നമ്മുടെ നാട് എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ബാക്കി ഫാമിലി, തവാങ് ട്രെയിൽസ് ഫാമിലി ഇപ്പം കൊൽക്കട്ടയുള്ള. ഇന്ന് അവരോടൊന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് നാളെ രാവിലെ പുരിയിലേക്ക് തിരിക്കും. അപ്പം എനിക്ക് ചെറിയ ലീവിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പം എനിക്ക് 3 ദിവസത്തെ വീഡിയോ, അവരുടെ 3 ദിവസത്തെ വീഡിയോ കാണിക്കാൻ പറ്റാത്തതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലായിടത്തും ക്ഷമ വഹിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പറയാം, നമ്മുടെ തവാങ് ട്രെയിൽസ്, മൗണ്ടൻ ഒഡീസിയുടെ ഭാഗമായിട്ടുള്ള തവാങ് ട്രെയിൽസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി തിരിച്ച് ബാക്ക് ടു ഹോമാണ് എല്ലാം. കാരണം ഇനിയിപ്പോൾ നാളെ തിരിച്ചാൽ നാളെ അവർ പുരിയിൽ സ്റ്റേ ചെയ്യും. പുരിയിൽ ജഗന്നാഥ സ്വാമി ടെമ്പിൾ, കൊണാർക്ക് എല്ലാം കണ്ടിട്ട് അവർ മറ്റന്നാൾ വൈസാഗ് ചെന്നൈ ട്രിവാൻഡ്രം, അത്രേ ഉള്ളൂ. അത് മീൻസ് സെയിം ബാക്ക് വന്ന വഴിയെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അട്ടൽ പത്തി കൂടെ പോവുകയാണേ പട്ന. ഇങ്ങനൊരു ഫ്ലൈ ഓവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളത് നല്ലതാണ്. കാരണം താഴത്തെ കുറേ തിരക്കും കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. അതേപോലെ തന്നെ താഴെ സിറ്റി അറിയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ചെറിയ യാത്രയിൽ സിറ്റി അറിയാണ്ടിരിക്കുന്നത് നല്ലത്. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുമ്പോൾ. കാരണം നമുക്ക് ഭയങ്കര ട്രാഫിക്കും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിവേ ബൈ പട്ന. കുഴപ്പമില്ല. ആദ്യമായിട്ട് ഒരു സ്ഥലം കൂടെ നമ്മുടെ ട്രിപ്പ് ലിസ്റ്റിൽ ആഡായി. ഒരു സംസ്ഥാനം കൂടെ ആഡായി. ഞാൻ ഇന്നലെ പറയാൻ പറ്റുമോ, ഇന്നലെ ഇടയ്ക്ക് നമ്മൾ ജാർഖണ്ഡ് ഒന്ന് ടച്ച് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ഇനി വെറും 6 സ്റ്റേറ്റ് കൂടെ ഉള്ളൂ ഗൈസ് മിച്ചം. നമുക്ക് ഈ വണ്ടി കൊണ്ട് നമ്മുടെ വൈപ്പർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ 6 സംസ്ഥാനം കൂടെ ബാക്കിയുള്ളൂ. 6 സംസ്ഥാനം നമ്മൾ അവിടെ തന്നെ കവർ ചെയ്യും. അതിൽ 2 സംസ്ഥാനമാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ ഇതിനായിട്ട് അങ്ങ് ചെല്ലാൻ വേണ്ടിയിട്ട്. എങ്കിലും അതും എനിക്ക് കവർ ചെയ്യണം. അതായത് നമുക്ക് മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, ഈ 3 സംസ്ഥാനവും പിന്നെ ഉത്തരാഖണ്ഡും ഗുജറാത്തും ഛത്തീസ്ഗഡും. ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ട്രെയിനൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഗൂഗിൾ ഇങ്ങനെ ചെറിയ വഴിയിലോട്ട് പോയിട്ട് കൊണ്ട് കയറ്റാണേ. എൻ്റെ ഗൂഗിളേ, ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിലൊക്കെ കൊണ്ട് കയറ്റാവോ ഇങ്ങനെ? ആക്ച്വലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇന്നലെ വന്ന ഒരു വഴി എടുക്കാണ്ട്, മീൻസ് ആ വഴി ഭയങ്കര ചെറുതും കൺജസ്റ്റഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതെടുക്കാണ്ട് വേറൊരു വഴി തിരിഞ്ഞപ്പം ഗൂഗിളും അതിനനുസരിച്ച് എന്നെ ഇപ്പോൾ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം പെട്ടെന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഷോർട്ട്. പക്ഷേ ഇങ്ങനത്തെ കൺജസ്റ്റഡ് റോഡ് ടൗൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റേത് കറങ്ങി പോകുന്നതുകൊണ്ടായിരിക്കും അത് കൂടുതൽ സമയം എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ വലിയ സ്പീഡിലൊന്നും ഓടിച്ചില്ല. ഒറ്റയടിക്ക് തന്നെ ഒരു 5-6 കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5-6 മിനിറ്റ്, കിലോമീറ്റർ അല്ല, 5-6 മിനിറ്റ് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ ഏതെന്നറിയാൻ വയ്യ. ഫ്രണ്ടിൽ ബ്ലോക്കൊക്കെ കാണിക്കുന്നുണ്ടേ. പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് ഇനി ഞാൻ മിക്കവാറും റെയിൽവേ ട്രാക്കിൽ കൂടെ കയറി പോയിട്ട് വരുന്നു. ദാനാപൂർ റെയിൽവേ സ്റ്റേഷൻ, അതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് റെയിൽവേ ട്രാക്കാണ്. ആറ് 41 കിലോമീറ്റർ. ഇത് സ്റ്റേറ്റ് റോഡാണ് കേട്ടോ. ഇനിയിപ്പം കുറച്ചുകൂടി ചെന്നിട്ട് NH 922 കയറുമെന്നാണ് കാണിക്കുന്നത്.
കാരണം എനിക്കൊന്ന് അപ്പുറത്ത് ഫ്ലൈ ഓവറിൻ്റെ പണിയുടെ പില്ലറൊക്കെ കണ്ടു. അപ്പോൾ അത് മിക്കവാറും ഉടൻ തന്നെ പണിത് വരുമായിരിക്കും. അതുകൊണ്ട് അപ്പുറത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സൈഡ് റൈറ്റ് സൈഡിൽ കൂടെ പില്ലർ പോകുന്നുണ്ട്. വേറെ അതിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈ ഓവർ ഉടൻ തന്നെ കാണും. വരട്ടെ, നാടുകൾ വികസിക്കട്ടെ, നാട് വികസിക്കട്ടെ, എല്ലാ നാടും വികസിക്കട്ടെ. ഇതേപോലെ കണ്ടോ, പില്ലറിൻ്റെ ഇടയിൽ വീടൊക്കെ പകുതി പൊളിച്ച് വെച്ചേക്കുന്നുണ്ടോ? ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കേസിൽ പെട്ട് കിടക്കുന്നതായിരിക്കും, അതായിരിക്കും പണി നടക്കാത്തത്. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറിന് ശേഷം നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഒരു നദി ക്രോസ് ചെയ്യാണ്. മരുഭൂമി പോലെ കിടക്കുന്നൊരു നദി. ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് ഒഴുകി കാണുന്നില്ല. ഇപ്പം ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ വാട്ടറിൻ്റെ ലെവൽ, ഗ്രൗണ്ട് ലെവൽ നല്ല താഴ്ചയായിരിക്കും. അതാണ് ഇവ കൃഷിക്ക് എല്ലാത്തിനും വെള്ളം വേണമെന്നേരം മഴയും കമ്പാരിറ്റീവ്ലി കുറവ്. പക്ഷേ അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം നിറയുമായിരിക്കും. അതായിരിക്കും ഇത്രയും വീതി കിടക്കുന്ന നദിക്ക്. അല്ലെങ്കിൽ ഇത്രയും ഒരു വീതിയുടെ ആവശ്യം വേണ്ടി വരില്ലല്ലോ. പക്ഷേ ഇതുകൊണ്ട് 1 കിലോമീറ്റർ അടുപ്പിച്ച് നീളമുള്ള പാലം. ഇങ്ങോട്ടൊക്കെ പാലത്തിനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു പഞ്ഞമില്ല. നമ്മുടെ നാട്ടിലാണ് ഇതിനൊക്കെ ഒരു പഞ്ഞം. വലിയ വലിയ പാലങ്ങൾ, വലിയ വലിയ റോഡുകൾ. പക്ഷേ ഉടൻ തന്നെ എല്ലാം തീരും. ഒരാൾ വന്ന് കയറി വരുന്നുണ്ട്. റോങ് സൈഡിലൊക്കെ വന്ന് കയറുകയാണ്. ജാർഖണ്ഡ് ആറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 11 കിലോമീറ്റർ, ബക്സർ 88. നമ്മൾ ഈ പറഞ്ഞ 2 സ്ഥലവും ക്രോസ് ചെയ്ത് പോകും. നമുക്കിത് കഴിഞ്ഞിട്ട് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ കിട്ടും. നല്ല വലിയ റോഡാണ്, എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. ഒന്നുമില്ലാണ്ട് ഓപ്പൺ ആയിട്ട് കയറി പോകാം. എത്ര സ്പീഡിലോ, മീൻസ് 100 ലിമിറ്റ് എങ്കിലും വേറെ വണ്ടികളോ ഒന്നും ഇടയ്ക്കുന്നൊന്നും കയറാനൊന്നും പറ്റില്ല. വളരെ വണ്ടി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. കാരണം ടോള് റേറ്റ് കൂടുതലാണ് ഈ റോഡിൽ. എക്സ്പ്രസ് ഹൈവേ ആണ്. നമുക്കിതുവഴി വാരണാസിയിലും പോകാൻ പറ്റും കേട്ടോ. വാരണാസി ജസ്റ്റ് ഒരു ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ വാരണാസി വലിയ ദൂരമൊന്നുമില്ല. വാരണാസിയും പോകാം. നമ്മൾ ഏകദേശം UP കുറച്ചുകൂടി കഴിയുമ്പോൾ UP കയറും. എന്നുവെച്ചാൽ ഉണ്ട്, സ്റ്റിൽ 100 കിലോമീറ്റേഴ്സോളം ഉണ്ട്. നല്ല ചൂട് കുഴപ്പമില്ല. 34 ഡിഗ്രിയാണ് വണ്ടി കാണിക്കുന്നത്. അതുപോലെ തന്നെ ടയറിൻ്റെ പ്രഷറും ഇപ്പോൾ ഈ വണ്ടി ഓടുന്നതനുസരിച്ച് കൂടുന്നുണ്ട്. കാരണം കോൺക്രീറ്റ് റോഡായതുകൊണ്ട് പ്രഷർ കയറി വരുന്നുണ്ട്. രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ല. ഇത്തിരി ട്രിപ്പ് കൊണ്ടുവന്ന് ഇത്തിരി കിഴങ്ങ് വറ്റിലുണ്ടായിരുന്നു, അത് കഴിക്കാമെന്ന് വെച്ചു. എന്തായാലും ഇപ്പോൾ 11 മണിയായി. ഒരു 12:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കാം. ഈ ചില സമയത്ത് ഒറ്റയ്ക്കുള്ള ഡ്രൈവ് ഭയങ്കര ബോറാണ്. ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടൊക്കെ പോകാമെന്ന് വയ്ക്കാം. ഈ കാഴ്ചകളൊന്നും ഇല്ലാത്തതിന് പ്രശ്നം. ഫുള്ള് തരിച്ചു ഭൂമി, ഒരേ ഈ റോഡിൽ എവിടെ നോക്കിയാലും ഒറ്റ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബക്സർ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ബക്സർ എന്ന് പറയുന്നത് ബീഹാറിൻ്റെ ബോർഡറാണ്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ UP കയറും. നമ്മൾ ഇനി ഇവിടെ നിന്ന് വലിയ റോഡിലോട്ട് ഇങ്ങനെ തിരിയും. ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ. കാരണം ഇതെനിക്കൊന്ന് റോഡ് അപ്പുറത്ത് താഴെ കൂടെ പോകാനാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളൊരു ബ്രിഡ്ജ് കയറും എന്ന് പറഞ്ഞില്ലേ, ഇത് റൈറ്റ് സൈഡ് കീപ്പ് റൈറ്റ് ഒന്നും പറഞ്ഞതുമില്ല ഗൂഗിള്. പക്ഷേ വണ്ടികളെല്ലാം, ട്രക്കുകളെല്ലാം നേരെ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രക്കിൻ്റെ പുറകെ പിടിക്കുന്നതാണ്. ട്രക്ക് എപ്പോഴും മെയിൻ റോഡ് വഴിയേ പോകത്തുള്ളൂ. മറ്റേ ചിലപ്പോൾ ഗൂഗിൾ ചില സമയത്ത് ഇടവഴി കൊണ്ട് കയറ്റിക്കളയും. പ്രത്യേകിച്ച് ഈ പണി നടക്കുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2-3 മിനിറ്റൊക്കെ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ ഇടവഴിയിലൊക്കെ ചെന്ന് കയറി കഴിഞ്ഞ് ഇതിനൊക്കെ എന്താണ് ഊതി ഇറങ്ങി വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ചിലപ്പം. അങ്ങനെ നമ്മളിതായ നദിയുടെ കറക്റ്റ് നടുക്ക് ഉത്തർപ്രദേശാണ്, UP നമ്മളിതാ കയറാൻ പോവുകയാണ് ഗൈസ്. നദിയുടെ പേര് ഇത് ഗംഗ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗംഗ എവിടെയൊക്കെ ക്രോസ് ചെയ്യുന്നതെന്ന് നമുക്കിനി അറിയാൻ വയ്യ. ഇപ്പുറത്ത് കൂടെ റോഡ് ഉണ്ടായിരുന്നു, വണ്ടികൾ പോകുന്നുണ്ട്.
എന്താണ് ട്രക്കുകൾ ഇങ്ങനെ പോകുന്നതെന്ന് അറിയാൻ വയ്യ. ചിലപ്പോൾ അപ്പുറത്ത് നിന്ന് മെർജ് ആവുമായിരിക്കുന്നു. മുന്നോട്ട് നിന്ന് നോക്കാം എന്താണെന്ന് അവസ്ഥയെന്ന് അറിയത്തില്ല ഗൈസ്. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ, ഈ ഒരു ഭാഗത്ത് നല്ല വെള്ളമുണ്ട്. ഇപ്പുറത്ത് ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന കാണാം. കേരളത്തിൽ എത്ര നീളമുള്ള നദിക്ക് കുറുകെയുള്ള പാലം ഏതാണ് ഗൈസ്? അറിയാമെങ്കിൽ പറയണേ. ഗാസിപ്പൂർ ബല്ലിയ റോഡ് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ എക്സിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ടൊരു തിരിവ് കാണുന്നുണ്ട്. ഓക്കെ, ഈ റോഡ് അങ്ങോട്ട് തിരിയാൻ പറ്റും. വാരണാസി 133 കിലോമീറ്റർ. വീണ്ടും എനിക്കൊന്ന് ടോൾ റോഡ് എൻഡ് ആയിട്ടുണ്ട്. മിക്കവാറും ഇടവഴി എന്ന് വെച്ചാൽ ടൗൺ റോഡിൽ തന്നെ കൊണ്ട് കയറ്റാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് 19 കിലോമീറ്റർ കൂടെ ഓടിയാൽ നമ്മുടെ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ കിട്ടും. ട്രക്കുകൾ എല്ലാം ഇതുവഴി പോകുന്നതുകൊണ്ട് ഇനി കുറച്ചുകൂടി എനിക്കൊന്നും അധികം കാലെടുത്ത് പോകാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഓവർടേക്ക് ചെയ്യാനൊക്കെ പാടായിരിക്കും. UP 60. ഇവിടെ കണ്ട ആൾക്കാർ ആരും തന്നെ ഹെൽമെറ്റ് വയ്ക്കുന്നില്ല. പക്ഷെ എല്ലാവരും തലയിലും അല്ലെങ്കിൽ മുഖത്ത് കൂടെ കെട്ടിട്ട് പോകുന്നു. എന്താണ് കാര്യമെന്നറിയോ? ആ മുഖത്ത് ആ കെട്ടിടാനുള്ള കാര്യം കാരണം ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട് കാറ്റ് മുഖത്തെല്ലാം അടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പോകുന്നത്. എല്ലാവരും ഒരു മുഖത്തു കൂടെ അല്ലെങ്കിൽ ഒരു കെട്ടിങ്ങനെ തലയിൽ കൂടെ കെട്ടിട്ട് പോകുന്നത്. 3 കിലോമീറ്റർ കഴിഞ്ഞാൽ മെയിൻ റോഡ് കാണിക്കുന്നുണ്ട് കേട്ടോ, പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ. പക്ഷെ ഇവിടെ ഇത്രയും വലിയൊരു നഗരത്തിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇതിൻ്റെ കണക്ഷനിൽ ഇങ്ങനെ ഒരു റോഡ് ചെറുതായി പോയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ വേറെ എവിടെയെങ്കിലും റോഡ് പണി നടക്കുന്നതായിട്ടൊന്നും കണ്ടതുമില്ല. പക്ഷേ ഇങ്ങോട്ടൊക്കെ ഒരുപാട് റോഡുകൾ, പുതിയ റോഡുകൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ റോഡ് ഇത്രയും പെട്ടെന്ന് അത്യാവശ്യമാണ്. ചിലപ്പോൾ വേറെ റൂട്ട് ഉള്ളത് കൊണ്ടാവാം ഇങ്ങനെ റോഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ് കാണില്ല, മീൻസ് മെയിൻ റോഡ് കാണില്ല. അപ്പം നമുക്ക് ആ നിന്ന സ്ഥലത്തുനിന്ന് കാൺപൂരോട്ട് പോകാൻ വേണ്ടിയിട്ട് 3 റോഡ് ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മീൻസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിലൊരു ഓപ്ഷനാണിത്. അതിൽ ഈ ഒരു സ്ട്രെച്ചും പിന്നെ ഇടയ്ക്ക് നമുക്ക് കണ്ട സ്ട്രെച്ച് ഒഴിച്ച് ബാക്കി എല്ലാം മെയിൻ റോഡ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിൽ ചെന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറുകയാണ്. അപ്പം നേരെ പോയാൽ ഗാസിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം, നമുക്ക് ലെഫ്റ്റ് എടുത്താൽ ലക്നൗ. എനിക്കൊന്ന് ഈ എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് ഓവർലോഡ് വെഹിക്കിൾ പ്രൊഹിബിറ്റഡ്. ബൈക്കിൻ്റെ എൻട്രി റെസ്ട്രിക്ഷനെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. ഇത് എൻട്രി റെസ്ട്രിക്റ്റഡ് ഹൈവേ ആണ്. വെളിയിൽ നിന്നൊരു വണ്ടിക്കോ അങ്ങനെ ഒന്നിനും കയറാൻ പറ്റില്ല. അത് കണക്കിന് നമുക്ക് തോന്നുമ്പോൾ വെളിയിൽ ഇറങ്ങാനും പറ്റില്ല. നമുക്കൊരു ഓരോ ഇത്ര കിലോമീറ്റർ കൂടുമ്പോൾ മാത്രമേ എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. നൂറാണ് ഈ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ടോൾ കൊടുത്തു. കാരണം ഇവിടെ എക്സംഷന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പെട്ടിയും പ്രമാണം ഫുള്ള് പൊളിച്ച് എടുത്ത് ഇനി ഒന്നേന്ന് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട്, ഈ ചൂടത്ത് വെളിയിറങ്ങി നിൽക്കാൻ വയ്യാത്തതുകൊണ്ട്
ഞാൻ വിചാരിച്ചു എക്സംഷൻ ഇത് കൊടുക്കാമെന്ന്. അപ്പം 700 രൂപയാണ് ഇതിൻ്റെ ചാർജ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ടോളിൽ പോകുന്നത്. പക്ഷേ 700 രൂപയ്ക്ക് സ്റ്റിൽ വർത്താണോ എന്ന് വെച്ചാൽ വർത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. നമുക്ക് ഈ പറഞ്ഞ എൻട്രി റെസ്ട്രിക്റ്റഡ് ഹൈവേ ഇവിടെ നിന്ന് ലക്നൗ വരെ നമുക്ക് കിട്ടുവാണ്. ഏകദേശം ഫ്രം കാണിച്ചേക്കുന്ന വെച്ചാൽ 334 കിലോമീറ്റർ ടു 10 കിലോമീറ്റർ അതാണ് കാണിച്ചേക്കുന്നത്. അതായത് എനിക്ക് ഇവിടെ നിന്ന് 334 കിലോമീറ്റർ ഈ എക്സ്പ്രസ് ഹൈവേ കൂടി പോകാം. അപ്പം ഒരു ശല്യമില്ല കേട്ടോ. അപ്പം കുഴപ്പമില്ല. 334 കിലോമീറ്ററിന് 700 രൂപ വർത്ത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ലഞ്ച് കഴിക്കാനും പിന്നെ അങ്ങനത്തെ ഷോപ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു കിലോമീറ്റർ മീൻസ് ആ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ഉണ്ട്, അവിടെ മാത്രമേ കാണത്തുള്ളൂ. അതിനോട് സംബന്ധിച്ച സ്ഥലത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ ഈ പറഞ്ഞ പോലെ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എവിടെയും നിർത്തി നമുക്ക് ഈ പറഞ്ഞ പോലെ വെളിയിലിറങ്ങാനോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പക്ഷേ സ്റ്റിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്, ഒന്നും വേറെ ആരെയും കാണുന്നില്ല. ഇതാ ഇപ്പോൾ ഒരു ട്രക്ക് കണ്ട്, വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഇതുവരെ എന്നെ ഒരു വണ്ടിയാണ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയത്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സൈഡിലൊരു ബോർഡ് കാണുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ വണ്ടി കുറച്ച് ഒതുക്കി തരാം. 301.3, 301.2, അതായത് ഇനി 301.1. അതായത് നമ്മൾ ഇതുവരെയെങ്കിലും ഇങ്ങനെ സംഭവം കണ്ടു. ഇവിടെ ഓരോ 100 മീറ്ററിലും മാർക്കർ എന്ന് പറയുന്ന പോലെ അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. അതാണ്ട് ഇത് കണ്ടോ, ഓരോ 100 മീറ്ററിൽ ഇനി ഇത്ര കിലോമീറ്റർ കൂടെ ഉണ്ട് ഈ റോഡെന്ന് കാണിക്കുകയാണ്. 300.6 മീറ്റർ, 300.6 കിലോമീറ്റർ, 300.5 കിലോമീറ്റർ. കണ്ട കറക്റ്റ് നമുക്കറിയാൻ പറ്റും 100 മീറ്റർ ഇത്രയാണ് നീളം. ഇതൊക്കെ ഈ റോഡൊക്കെ ഇവരെ എന്ന് തിരിച്ച് ഇതിൻ്റെ പൈസയൊക്കെ മുതലാക്കുമെന്ന് അറിയാൻ വേണ്ട. 700 രൂപ കൊടുത്തപ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 700 രൂപയ്ക്ക് റോഡ് നഷ്ടമൊന്നും ഇല്ലല്ലേ. കുറേ ദൂരമായി. നമ്മൾ ഇത് 335 കിലോമീറ്ററിലാണ് കയറിയത്. ഇപ്പോഴും ഇനി 291 കിലോമീറ്റർ ഉണ്ട്. ഞാനങ്ങനെ വലിയ സ്പീഡ് പോകുന്നില്ല. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 120 ഉണ്ട് കേട്ടോ. ഞാനിപ്പം 90ലാണ് പോകുന്നത്, ക്രൂയിസ് 90 ഇങ്ങനെ പോവാ. നേരത്തെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചൊന്നും വയ്യ അങ്ങ് പോവാം. നമുക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റിയറിംഗ് ഒന്ന് അനക്കി കൊടുത്താൽ മതി കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് ചുമ്മാ പോവുക. ക്യാമറ കാണും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി വരുമ്പോൾ ഇങ്ങനത്തെ റോഡ് കിട്ടുമ്പോൾ ചുമ്മാ 150-200 വെറുതെ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട, നല്ല ഫൈൻ കിട്ടും. വേറെ ബുദ്ധിമുട്ട് എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ വേറെ ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു കാക്കയെ പോലും കണ്ടില്ല എൻ്റെ ഇടയിലൊന്നും. അത്രയ്ക്ക് റോഡ് ക്ലിയർ ആണ്. ഇങ്ങനത്തെ റോഡുകളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് മറ്റുള്ള സാധാ റോഡിൽ നമുക്ക് ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ പോകുമ്പം നമുക്ക് ടോള് കൊടുക്കാൻ വേണ്ടി നിർത്തണം, അവിടെ സമയം പോകും. അപ്പോൾ ഇങ്ങനത്തെ റോഡുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റോഡിൻ്റെ അങ്ങേയറ്റം ഇങ്ങേറ്റം, ഇപ്പോൾ ഈ റോഡ് 350 കിലോമീറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 365 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ 364 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ ടോളേ ഉള്ളൂ, മീൻസ് കണ്ടിന്യൂസ്. ഇപ്പോൾ നമ്മൾ എവിടെ അല്ലാത്ത പക്ഷേ എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ആ എക്സിറ്റിൽ, അതായത് നമ്മൾ ഇറങ്ങി ഈ റോഡ് വിട്ട് വെളിയിൽ ഇറങ്ങി മാത്രം നമുക്ക് വീണ്ടും നമുക്ക് ടോൾ ഗേറ്റ്സ് വരത്തുള്ളൂ. അവിടെയും നമ്മൾ ഇപ്പം ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ അത് താനെ റീഡ് ചെയ്ത് പൈസ ഡിറ്റക്റ്റ് ആവാണ്ട് പോവും. അല്ല നമ്മൾ ഇതാണ് മേടിച്ചേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ QR കാണിച്ചിട്ട് നമുക്ക് പോകാം, ബില്ല് കാണിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്, ഒരു ടൈം സേവിങ് ആണ് ആ ഒരു സെറ്റപ്പ്. നമുക്ക് എല്ലാം റോഡ് കണക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് മിക്ക സ്ഥലത്തും റോഡ് ഉണ്ടായി വന്നാൽ ചിലപ്പോൾ വരില്ലെന്നല്ല, നമുക്ക് ഉടൻ തന്നെ വരുമായിരിക്കും. ഡൽഹി ലക്നൗ കാണിക്കുന്നുണ്ട്. താണ്ടാണല്ലേ ഫ്രീ പ്ലാസ 250 മീറ്ററിൽ അതുകൊണ്ട് അങ്ങ് അവിടെ എക്സിറ്റ് പോയിന്റ് ആണത്. അപ്പോൾ അവിടെ ചെന്നാൽ അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. റോഡിൻ്റെ കറക്റ്റ് നടുക്ക് ഒരു ക്ഷേത്രം. ഇത് റോഡ് ഉണ്ടാക്കിയ സമയത്ത് ആ ക്ഷേത്രം ഇങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് എനിക്കൊന്നും അടുക്കല്ല, താഴെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശകലം ഒന്ന് റോഡ് മാറിപ്പോയതാണെന്ന് തോന്നുന്നു, ക്ഷേത്രത്തിന് വേണ്ടിയിട്ടേ. അതിൻ്റെ ഒരു ഇത് മാത്രം, ഗോപുരം മാത്രം വെളിയിൽ കാണാം. 120 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് ഒരു ഫ്യൂൽ സ്റ്റേഷൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ഫ്യൂൽ അടിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഞാൻ പെട്ടുപോകും. കാരണം എക്സിറ്റ് ചെയ്യാൻ 234 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ എനിക്ക് ഇനി 214 കിലോമീറ്റർ കൂടെ ഓടാനുള്ള ഫ്യൂലേ ഉള്ളൂ.
കയറി ഒന്ന് അടിച്ചേക്കാം. അതാണ് ആരോഗ്യത്തിന് നല്ലത്. डीजल का फ्यूल प्राइस कितना है? 87.85. और ये इसके अलावा मतलब एक रुपये डिस्काउंट के साथ है? 88.85 पहले था तो 80 हो गया ना. यूपी का मतलब सबसे लोवेस्ट तो यही बीपी में. क्या फुल टैंक हो गया क्या? ऑटो कट हुआ है. अरे क्या हो गया यार आजकल. अच्छा अभी 200 किलोमीटर बचा है. मतलब कोई नहीं, നമുക്കിനി 250 കിലോമീറ്റർ ഓടോളുണ്ടല്ലോ. 3000 അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏകദേശം 10,000-1500 ഡീസലിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഓട്ടോ കട്ടായി. ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് ചോദിക്കുകയാണ് ഇതെന്തോ സംഭവം, അടിപൊളിയാണല്ലോ. എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയം കേട്ടോ. ഇത്രയും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കണ്ടാൽ ഭയങ്കര സംഭവം. പിന്നെ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ക്രേസ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനുമാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഒരു കൊച്ചു പയ്യൻ ഇപ്പം വന്ന് ഓൾറെഡി 3-4 പേര് വന്ന് ചോദിച്ചു, അന്വേഷിച്ച്. ഞാൻ ഇപ്പോൾ വണ്ടി ഡീസൽ അടിച്ചിട്ട് ഒരു പയ്യൻ വന്നിട്ട് വീണ്ടും ചോദിച്ചു ഇത് വല്ല കമ്പനിയുടെ ബ്രാൻഡ് പ്രൊമോഷനാണോ? ഞാൻ പറഞ്ഞല്ല, ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, നമ്മുടെ ക്ലബിൻ്റെ ഇതാണ്, നമ്മളെല്ലാ വർഷവും ഡ്രൈവ് പോകും, ഇങ്ങനെയാണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പഞ്ചായൽ ഫുഡ് കോർട്ട്, ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നൊന്ന് കയറി നോക്കാം അല്ലേ. പൈസക്കും രാവിലെ ഇന്നത്തെ ഒന്നും കഴിച്ചിട്ടില്ല. ചെറിയ സെറ്റപ്പാണല്ലോ ഗൈസ്. നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേ ഇറങ്ങുകയാണ് കേട്ടോ. ഏകദേശം 350 കിലോമീറ്റർ നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേയിലുണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് നമ്മളത് കവർ ചെയ്തെത്തി. അടിപൊളിയായിരുന്നു. ഒരേപോലെ സ്ട്രെയിറ്റ് പിടിച്ചിങ്ങ് വന്നു. ഇവിടെ ഇനി എക്സിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഐ ഡി അല്ല, അവിടെ നിന്ന് എടുത്ത കൂപ്പൺ ഇവിടെ കൊടുത്തത്. അപ്പോൾ അവിടുത്തെ എൻട്രി കാർഡ് കാണിച്ച് ഇവിടെ എക്സിറ്റ് ചെയ്തു. 700 രൂപ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമ്മളൊരു 170 ടച്ച് ചെയ്ത് വിടുകയാണ്. ഈ റോഡിന്റെ ഭംഗി ഒന്ന് എൻജോയ് നോക്കണ്ടേ അല്ലേ. ഈ റോഡിന് ഒരു 2 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലക്നൗ കാൺപൂർ നോർമൽ ഹൈവേയിൽ കയറാം, NH കയറാം. meters, take the exit to National Highway 731. 10 കിലോമീറ്റർ നമുക്കിനി ലക്നൗ ഔട്ടർ റിംഗ് റോഡ് ഉണ്ട്, അത് ഫോളോ ചെയ്ത് പോകണം. എന്നിട്ട് നമ്മുടെ ലക്നൗ കാൺപൂർ എക്സ്പ്രസ് ഹൈവേയിൽ ചെന്ന് കയറും. റോഡിൻ്റെ പണി നടക്കുന്ന കാരണം പഴയ റോഡിന് ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതാണ് ഇത്ര പൊടി. കാൺപൂരിന് എനിക്കൊരു 5 കിലോമീറ്റർ കൂടെ ഉള്ളു. 5 കിലോമീറ്റർ ആയപ്പം ഇത്രയും ദിവസം കിട്ടാത്തൊരു ഹെവി ട്രാഫിക് ഇതാ ഇവിടെ കിട്ടി. 11 മിനിറ്റാണ് ഗൂഗിൾ കാണിക്കുന്നത്. പക്ഷെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, എങ്കിലും ട്രാഫിക്കും ഉണ്ട്. റോഡിൻ്റെ പണി നടക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്, ഗംഗ റിവർ വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇനി അവിടെ തന്നെ വല്ല മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ട്രാഫിക് ആണോന്ന് അറിയുന്നില്ല. എന്നാലും നല്ല ബ്ലോക്കുണ്ട്. ഗംഗാ നദിയുടെ മുകളിൽ ഭയങ്കര ബ്ലോക്ക്. അറിയ ആക്സിഡൻ്റ് ആവുകയോ വണ്ടി ഇടിച്ച് കിടക്കുകയാണ്, അതാണ് പ്രശ്നം. ബ്രിഡ്ജ് പാലത്തിൻ്റെ മുകളിൽ ആക്സിഡൻ്റൊക്കെ ആക്കുന്ന മഹാന്മാരുണ്ടല്ലോ, എന്തിൻ്റെ കാര്യമാണെന്ന് ദൈവത്തിനറിയാം. ആക്സിഡൻ്റ് ആണോ അത് വണ്ടി വഴിയിലായതാണോ എന്നറിയാൻ വയ്യ. ഈ 2 വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ബ്ലോക്ക് ആയത്. ഗംഗ വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യണം. പിന്നെ 4ാമത്തെ തവണയാണ് ഞാൻ ഗംഗാ നദി ക്രോസ് ചെയ്യുന്നത്. പാലം നല്ല മോശമായിട്ടുള്ള പാലമാണ് കേട്ടോ.
അപ്പം അങ്ങനെ ഞാൻ ഈ പാലം കഴിഞ്ഞാൽ കാൺപൂരെത്തും. അപ്പം നമ്മുടെ തവാങ് ട്രെയിൽസ് നിന്ന് ഞാൻ ഒഫീഷ്യലി സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ട്രിപ്പ് ഏകദേശം ഞാൻ 17 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ബാക്കി ടീംസ് ഒരു 4 ദിവസം കൊണ്ട് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് എത്തത്തുള്ളൂ. കൊൽക്കത്ത പുരി ഞാൻ സ്കിപ്പ് ചെയ്തു, കാരണം ഇത് ഞാൻ കണ്ടിട്ടുള്ളതുമാണ്. പിന്നെ എനിക്ക് കുറച്ച് ലീവിൻ്റെ ഷോർട്ടേജ് കൂടെ ഉള്ളത് കാരണം ഞാനിങ്ങനെ തിരിച്ചെത്തി. അപ്പം ശരിക്കും പറഞ്ഞാൽ 17 ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. പുതുതായിട്ട് 10ഓളം സ്റ്റേറ്റ് കാണാൻ പറ്റി. നമ്മുടെ 11 എക്കോ സ്പോട്ടും ഏകദേശം 27 ഫാമിലി മെമ്പേഴ്സും കൂടെ ചേർന്ന് നമ്മളൊരു 17 ദിവസം, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും 21 ദിവസം കിട്ടിയ, പക്ഷേ ഞാൻ 17 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ തവാങ്, മേഘാലയ, പിന്നെ അരുണാചൽ പ്രദേശ്, എല്ലാ സ്ഥലത്തും നമുക്ക് ഓടി എത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും മേജറായിട്ടുള്ള സ്ഥലങ്ങൾ കുറച്ചൊക്കെ കണ്ടുവരാൻ പറ്റി. കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ തന്നെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും കൂടെ പ്ലാൻ ചെയ്ത് പോകണം എന്നാണ് പ്രതീക്ഷ. അപ്പം ഇനിയും സ്ഥലങ്ങളുണ്ട്. ഏകദേശം നമ്മൾ കഴിഞ്ഞ 2-3 ട്രിപ്പുകളിലായിട്ട് ഏകദേശം 10-24ഓളം സംസ്ഥാനങ്ങൾ കറങ്ങിക്കണ്ടു. മിച്ചം കുറച്ച് സംസ്ഥാനങ്ങളും കൂടെ ഉണ്ട്. 24 22 സംസ്ഥാനങ്ങളായി. ഇനി ഒരു 6ഓളം സംസ്ഥാനമുണ്ട്. ഇതെല്ലാം വരും വർഷങ്ങളിൽ പോയി കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും അത് തീർക്കണം. എല്ലാവരുടെ അനുഗ്രഹവും സഹായമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോകാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് ഇപ്പോൾ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഇത്രയും ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു, ഭയങ്കര വൈബായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ അമലും അരവിന്ദിന് ഓൾറെഡി നേരത്തെ പോയതുകൊണ്ട് അരവിന്ദിന് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അപ്പം തന്നെ മിസ് ചെയ്യുകയാണ്. പിന്നെ ബാക്കി നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അടിപൊളിയായിരുന്നു. നമ്മൾ രാവിലെ എണീച്ചിട്ട് ദിവസവും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ട്രോളും തമാശയും പാട്ടും ഡാൻസും എല്ലാം ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ വീണ്ടും തിരിച്ചു പിടിക്കണമെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒരു വർഷം കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, കാത്തിരിക്കാം. അപ്പം അടുത്ത വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗുജറാത്ത്, രാജസ്ഥാൻ, ആ ഒരു ഏരിയ, കച്ചും ജയ്സൽമീറൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ സമയം കണ്ടെത്തി പോകാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും പോവുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രിപ്പിൻ്റെ പ്ലാനിനെ പറ്റി പ്ലാനിങ് എങ്ങനെ പ്ലാൻ ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ അല്ലാണ്ട് ചെയ്യുന്നതാണ്, പുറകെ വരും. അപ്പോൾ തവാങ് ട്രെയിൽസിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാനിവിടെ ഒഫീഷ്യലി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തതാണ് ഇനി വരും ട്രിപ്പുകളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഒരു 4 ദിവസത്തെ എപ്പിസോഡ് കുറവായിരിക്കും, ദയവേത് ക്ഷമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ സീരീസ് നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. Sorry, I don't provide instrumentals here, but let me know if you like song lyrics inspired by the idea of travel adventure. Sorry, I don't provide instrumentals here, but let me know if you like song lyrics inspired by the idea of travel adventures.